നമസ്കാരം. വീണ്ടും ഒരു കഥ പറയാം. ഒരിക്കൽ ഒരു കല്യാണത്തിന് രണ്ട് രണ്ട് ചെറുപ്പക്കാർ പോയി. രണ്ടുപേർക്കും കശുവണ്ടിപ്പരിപ്പ് നല്ല ഇഷ്ടമുള്ളതാണ്. പായസത്തിലിട്ട് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോഴാണ് അടപ്രഥമൻ കൊണ്ടുവരുന്നു. അപ്പോൾ ആദ്യം ഇരുന്ന കൂട്ടുകാരൻ, രണ്ടുപേരുണ്ട്. ആദ്യത്തെ കൂട്ടുകാരൻ ദൈവവിശ്വാസിയാണ്. അപ്പോൾ ദൈവമേ, എനിക്ക് അണ്ടിപ്പരിപ്പ് ധാരാളം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അടുത്തിരിക്കുന്ന ആളും പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ കൊണ്ടുവന്ന പായസം വിളമ്പുന്ന ആള് കോരിയപ്പോൾ രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ് ഒന്നിച്ച് ആദ്യം ഒരാളിനെ കൊടുക്കേണ്ടി വന്നു. അപ്പൊ അദ്ദേഹം വീണ്ടും അടുത്ത ആളിന് കിട്ടിയില്ല. അപ്പൊ കിട്ടിയ ആള് പറഞ്ഞു, ഞാൻ കാര്യസാധ്യ പൂജയൊക്കെ നടത്തുന്നതിന് എന്തെല്ലാം ഫലമുണ്ടായി. ദൈവം അണ്ടിപ്പരിപ്പ് എനിക്ക് തന്നല്ലോ. ദൈവമേ, നീ എത്ര വലിയവനാണ്, നീ അണ്ടിപ്പരിപ്പിന്റെ രൂപത്തിൽ വന്നല്ലോ. തൊട്ടടുത്തിരിക്കുന്ന ആളിന് കിട്ടിയില്ല. അദ്ദേഹവും വിശ്വാസിയാണ്, അമ്പലത്തിലൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതെന്ത് ദൈവം, ഒരു അണ്ടിപ്പരിപ്പ് പോലും എനിക്ക് തരാത്ത ദൈവം. ഞാനും അമ്പലത്തിൽ പോകുന്ന പൂജയൊക്കെ നടത്തുന്ന ആളാണ്. എന്ത് ദൈവം ഇങ്ങനെയാണ്. കുഴപ്പമില്ല, അടുത്തിനിയിപ്പോൾ ഒരു കാര്യസാധ്യ പൂജ കൂടെ ചെയ്തേക്കാം. ഇനി അടുത്ത പായസം വരുന്നുണ്ടല്ലോ, അതിൽ അണ്ടിപ്പരിപ്പ് തന്നാൽ മതി എന്ന് ദൈവത്തോട് അപ്പോഴേ സന്ധി ഉറപ്പിച്ചു. ശരി, ആദ്യത്തെ ആളപ്പോൾ അണ്ടിപ്പരിപ്പ് ഒരെണ്ണം എടുത്ത് കടിച്ചപ്പോൾ തന്നെ അത് കേടുവന്നതായിരുന്നു. നോക്കിയപ്പോൾ അത് മൂന്നും അത്ര നല്ല അണ്ടിപ്പരിപ്പായിരുന്നില്ല. ഈ അണ്ടിപ്പരിപ്പ് കുറച്ച് കേടുവന്നതായിരുന്നു പായസത്തിട്ടത്. അവരാരും അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ ആദ്യം ഇരുന്ന ആള് 3 അണ്ടിപ്പരിപ്പും കഴിച്ചില്ല, എടുത്തു കളഞ്ഞു. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, ദൈവമേ, എത്ര വലിയ ആളാണ്, ഞാൻ കാര്യസാധ്യ പൂജ പറഞ്ഞതേ ഉള്ളൂ, അവനിത് അഴുക്ക് അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ട് അത് അവനെടുത്ത് കളഞ്ഞിരിക്കുന്നു. നന്നായി, ദൈവം വളരെ നല്ലതാണ്, എന്നോടൊപ്പം ഉണ്ടല്ലോ. 2 മിനിറ്റ് കഴിഞ്ഞു, അടുത്ത പായസം വരുന്നു. ആദ്യത്തെ ആളിന് അണ്ടിപ്പരിപ്പ് കിട്ടില്ല, അടുത്ത ആളിന് അണ്ടിപ്പരിപ്പ് കിട്ടി. അപ്പോൾ അടുത്ത ആളിന് അണ്ടിപ്പരിപ്പ് കിട്ടിയപ്പോൾ അദ്ദേഹം കാര്യസാധ്യ പൂജ പറഞ്ഞപ്പോൾ തന്നെ അണ്ടിപ്പരിപ്പ് കിട്ടിയല്ലോ. ഉടൻ വലിയ സന്തോഷമായി. പക്ഷെ അദ്ദേഹം അണ്ടിപ്പരിപ്പ് എടുത്ത് വായിക്കാത്ത വെച്ചപ്പോൾ, അയ്യേ, ഇത് മോശം അണ്ടിപ്പരിപ്പ്. അതെന്താണ്? പൂജ ചെയ്യാത്തോണ്ടായിരിക്കും, ചെയ്തതിന് ശേഷമേ നല്ല അണ്ടിപ്പരിപ്പ് തരുള്ളായിരിക്കും. എന്തായാലും അത് കഴിഞ്ഞു. വൈകുന്നേരം ക്ഷേത്രത്തിൽ ചെല്ലുന്നു. അവിടെ കാര്യസാധ്യ പൂജയ്ക്കാണ് തിരക്ക്. ആ പൂജയ്ക്ക് കൊടുക്കാനാണ് തിരക്ക്. വലിയ തിരക്കാണ്, കാര്യം സാധിക്കണമല്ലോ. അപ്പോൾ സത്രസംഹാരത്തിനൊക്കെ ഉള്ള തിരക്ക് പണ്ടൊക്കെ ഉണ്ട്, പക്ഷേ കാര്യസാധ്യത്തിനാണ്. ഈ പൂജയ്ക്ക് എല്ലാവരും കൊടുത്ത് പോറ്റി വളരെ ഓരോരുത്തരുടെ കാര്യങ്ങൾ അപ്പോൾ അവരവരാണ് പറയുന്നത്, അല്ലാതെ പോറ്റി ഇതൊക്കെല്ലാം നമ്മൾ പറയുന്നത്. എല്ലാവരും ഓരോരുത്തരുടെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അടുത്ത ഒരു ഡോക്ടർ അവിടെ വരുന്നു. ഡോക്ടർ അപ്പോൾ തന്നെ പറയുന്നു, തൊട്ടടുത്തേക്ക് ആളിനെ കാണിച്ചിട്ട് ദൈവത്തിനോട് പറയുന്നു, ദൈവമേ, ഈ അടുത്തേക്ക് ആളും എൻ്റെ പേഷ്യൻ്റാണ്. അപ്പോൾ അവർ നേരത്തെ കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്ത് അമ്പലത്തിൽ വെച്ച്, പേഷ്യൻ്റാണ്, അപ്പോൾ ഞാൻ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് 4-5 പേഷ്യൻ്റ് ഇതുപോലെ ഉണ്ട്. അതിൽ ഒരെണ്ണം ഓപ്പറേഷൻ വേണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിലും ഈ വന്ന പേഷ്യൻറ്റിൻ്റെ ബന്ധു, ഇവിടെ നിൽക്കുന്ന പേഷ്യൻറ്റിൻ്റെ ബന്ധു, ഇയാളുടെ ബന്ധുവായ പേഷ്യൻറ്റിനെയും ഒരു ഓപ്പറേഷൻ നടത്തിയാൽ കൊള്ളാം. എനിക്ക് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞില്ല അങ്ങനെ ഒരു കാര്യം സാധ്യം പറഞ്ഞില്ല. എങ്കിലും കുറച്ച് പണമൊക്കെ കിട്ടുന്ന ഒരു പ്രശസ്തിയും പണവും വേണമല്ലോ, അപ്പോൾ അതിന് ഓപ്പറേഷനൊക്കെ വേണമല്ലോ ഡോക്ടർ. ആ രീതിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. 2 കർഷകർ വരുന്നു. ഒരാൾ പ്രാർത്ഥിക്കുന്നു, മഴ പെയ്യരുതേ, കാരണം എനിക്ക് മഴ പെയ്താൽ നെല്ല് വിളയുന്നൊരു സമയമാണ്, മഴ ഇപ്പം കയറി പെയ്തെല്ലാം കൂടി നാശക്കോട്ടയാകും. അടുത്ത ആൾ പ്രാർത്ഥിക്കുന്ന, പച്ചക്കറി ഇപ്പോൾ ഇടണം, അതുകൊണ്ട് മഴ പെയ്യണേ. അങ്ങനെ മഴ പെയ്യണമെന്നുള്ളവർ, മഴ പെയ്യണ്ട എന്നുള്ളവർ, ഓപ്പറേഷൻ വേണമെന്നുള്ളവർ, ഓപ്പറേഷൻ നടക്കാതെ സുഖപ്പെടണമെന്നുള്ളവർ, അണ്ടിപ്പരിപ്പ് വേണമെന്നുള്ളവർ, നല്ല അണ്ടിപ്പരിപ്പ് വേണമെന്നുള്ളവർ, ശവപ്പെട്ടി വിൽക്കണമെന്നുള്ളവർ, എല്ലാവരും കൂടി ഒരു ദീപാരാധന സമയത്ത് സന്ധ്യാനേരത്ത് കാര്യസാധ്യ പൂജയ്ക്ക് പൈസ കൊടുത്തിരിക്കുക. എല്ലാവരും പോറ്റി ഭംഗിയായി ചെയ്യുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് നട അടയ്ക്കാൻ സമയത്ത് ദൈവം പോറ്റിയോട് ചോദിച്ചു, മനുഷ്യ, എന്താണ് നിങ്ങൾ ഈ കാണിച്ചത്? നിങ്ങൾ ഇത്രയും പേരെ ഇത് മാടിച്ചാൽ ഞാൻ കൊഴിഞ്ഞു പോകുമല്ലോ, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം എന്ത് പറ്റി ദൈവമേ എന്ന് പോറ്റി ചോദിക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, നീ ഇപ്പോൾ താങ്കൾ എന്താ കാണിച്ചു വെച്ചിരിക്കുന്ന പോറ്റി? ഇങ്ങനെ പലത് വായിച്ചിട്ട് ഒരാളിന് മഴ വേണം, ഒരാളിന് മഴ വേണ്ട, ഇങ്ങനെ പോയാൽ ഞാനെന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, മഴയുടെ മഹർഷിയെയും അല്ലെങ്കിൽ മഴയുടെ ദേവനെയും ആരോഗ്യത്തിൻ്റെ ദേവനെയും ദേവതമാരുടെ ഒരു സമ്മേളനം ചേർന്ന് നമുക്ക് ആരോഗ്യം. ഇത് കഥയാണെങ്കിലും ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് കാര്യസാധ്യത്തിനുള്ള ഒരു അക്ഷയ സെൻ്ററാണ്. അമ്പലത്തിൽ പോകും, കാര്യസാധ്യത്തിന് പൂജ നടത്തണം. ഞാൻ കാര്യസാധ്യ പൂജയ്ക്ക് അതൊന്നും എതിരല്ല. സത്രസംഹാര പൂജയും കാര്യസാധ്യ പൂജയൊക്കെ നടത്തണം. അമ്പലത്തിൽ പോയി തീർച്ചയായിട്ടും നമ്മുടെ മനോബലം കൂട്ടാൻ, നമ്മുടെ ആരോഗ്യം കൂട്ടാൻ, ദോഷങ്ങളൊക്കെ മാറാൻ ഒരുപാട് പൂജകൾ ചെയ്യുന്നുണ്ട്, മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്, പൂജ, അതിനൊന്നും എതിരല്ല. പക്ഷെ അങ്ങനെയുള്ള കേവല വൈകാരികമായ കാര്യസാധ്യ സെന്ററിന് മാത്രമായി കാണുമ്പോൾ, അക്ഷയ സെന്ററിൽ പോയി അപ്ലൈ ചെയ്യുന്നത് പോലെ ഒരു കാര്യസാധ്യ സെന്ററായി മാത്രം അമ്പലത്തിൽ പോകുമ്പോഴാണ് പ്രശ്നം. അതൊരു കാര്യസാധ്യ സെന്റർ അല്ല. എന്നാൽ കാര്യം സാധിക്കില്ലേ? തീർച്ചയായിട്ടും അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ആത്മബലം കിട്ടുന്നവരുണ്ട്. അല്ലാതെ ആത്മബലമുള്ളവർ അങ്ങോട്ട് പോകണമെന്നില്ല, അല്ലാതെ കാര്യങ്ങൾ നടക്കണവരങ്ങോട്ട് പോകാറുമില്ല, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അവിടെ പോകുന്നവർക്ക് ഈ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കും. അല്ലാതെ ഓരോരുത്തരുടെ ഓരോ ഡിമാൻഡും തികച്ചും വൈരുദ്ധ്യങ്ങളായ ഡിമാൻഡുകളാണ് മനുഷ്യരിൽ നിന്ന് വരുന്നത്.
ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ഡിമാൻഡ് അല്ല ഡോക്ടർ മറ്റേ രോഗിയിൽ നിന്ന്. രോഗിക്ക് രോഗം ഭേദമാകണം, ശവപ്പെട്ടി കച്ചവടക്കാരന് ചത്തുപോകണം ആള്, എന്നാലേ കിട്ടത്തുള്ളൂ, ശവപ്പെട്ടി കൂടുതൽ വിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ സംഘർഷമുണ്ട് സമൂഹത്തിൽ. ഇത് തിരിച്ചറിയണം. ഈ പ്രപഞ്ചത്തിൽ ഈ സംഘർഷമുണ്ട്. സംഘർഷങ്ങളുടെ കൂടിച്ചേരലും സംഘർഷങ്ങൾ തമ്മിലുള്ള ഉരസലുമാണല്ലോ ജീവിതവും ജീവിത വിജയവും പരാജയവും ഒക്കെ. അപ്പോൾ ഇതുണ്ട്, ഇതെല്ലാം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാര്യസാധ്യ പൂജയും വിജയിക്കും, കാര്യങ്ങൾ സാധിക്കും, എല്ലാം നടക്കും. അവിടെ വേണ്ടത് എന്ത് എന്നുള്ളത്, അവിടെയാണ് ദൈവം ആരാണ്, ദൈവത്തിൻ്റെ നിശ്ചയം എന്താണ്, ദൈവത്തിൻ്റെ തിരിച്ചറിവ് എന്താണ്, എന്താണ് ഈ പ്രപഞ്ചം, എന്താണ് ഈശ്വരൻ, എന്താണ് വിഗ്രഹം, എവിടെ എന്താണ് ഓരോ സ്ഥലത്തും നടക്കുന്നത് എന്നുള്ള ജ്ഞാനം കൂടി ചേരുന്നത്. അതുകൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ, ക്ഷേത്രത്തിൽ പോകുമ്പോൾ കേവല കാര്യസാധ്യത്തിനുള്ളൊരു ടിക്കറ്റ് എടുത്ത്, അക്ഷയ ടിക്കറ്റ് എടുത്ത്, അക്ഷയ സെൻറ്ററിൽ പോയി എടുക്കുന്ന, ജനസേവന കേന്ദ്രത്തിൽ പോയി എടുക്കുന്ന ഒരു ടിക്കറ്റ് പോലൊരു ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് ദേവനോടും ദേവിയോടും കാര്യം പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് കാര്യം പോറ്റിയെ കൊണ്ട് പൂജ ചെയ്യിച്ച് പോറ്റിക്ക് നല്ല കാശക്കെല്ലാം കൊടുത്ത് വളരെ സന്തോഷം, ഇതാ ദൈവം കാര്യം സാധിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയാൽ അങ്ങനെ ഒരു കാര്യസാധി ക്ഷിപ്രപ്രസാദി, ചിലർ പറയുന്നല്ലോ വിളിച്ചാൽ വിളിപ്പുറത്ത് വരും, വിളിച്ചാൽ വിളിപ്പുറത്ത് വരും എന്നുള്ളത് കൊണ്ട് വേറൊരുത്തനെ കൊല്ലാനായിട്ട് വിളിച്ചാൽ കൂടെ വിളിച്ചാൽ വരുമോ? അങ്ങനെ വരത്തില്ല. ക്ഷിപ്രപ്രസാദിയാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും നടക്കും. അവിടെ ചെന്ന് തോന്നിയവസം പറഞ്ഞാൽ നടക്കുമോ? അങ്ങനല്ല. അപ്പോൾ ജ്ഞാനമാർഗത്തിലൂടെ വരിക. ക്ഷേത്രങ്ങളിൽ പോകുന്നവർ എന്താണ് ക്ഷേത്രമെന്നും എന്താണ് വിഗ്രഹമെന്നും എൻ്റെ ഭഗവാനെ എന്ന് ചെന്ന് പ്രാർത്ഥിക്കുന്നത് മനസ്സിലാക്കാം. ശിവക്ഷേത്രത്തിൽ നിന്ന് എൻ്റെ ഗണപതിയെ എന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നത് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ചെന്നിട്ട് കണ്ണുമടിച്ചിട്ട് ദേവി 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 എന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാം, പിന്നെ അടുത്ത് ചോദിക്കും എല്ലാം ഒന്നല്ലേ? എന്നാൽ എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ ദേവി ക്ഷേത്രത്തിൽ പോയാൽ പോരെ, ഈ ക്ഷേത്രത്തിൽ പോയെന്തിനാ? അപ്പോൾ ഇതൊന്നല്ല, ചെറിയ വ്യത്യാസം എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഇവിടോട്ട് പോകുന്നത്. ഒന്നിൻ്റെ ആണെങ്കിൽ പോലും പല രൂപങ്ങളുണ്ട്. ഒരു ദോശമാവിൻ്റെ ആണെങ്കിൽ ഇഡ്ഡലി ദോശ, മസാല ദോശ എല്ലാം ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ മറ്റൊരു ക്ഷേത്രത്തിൽ പോകുന്നത്. അവിടെ ചെന്ന് നിന്നിട്ട് വിളിക്കുന്നത് അവിടെ ഇരിക്കുന്ന ദേവതയല്ല, അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തെയല്ല, മനസ്സിൽ കൊണ്ടുപോകുന്നതിനാണ്. ഇങ്ങനെ ഒരുപാട് വികലമായി വൈകല്യത്തോടു കൂടി ഭക്തിയെയും മുക്തിയെയും കർമ്മത്തെയും ജ്ഞാനത്തെയും എല്ലാം കൂട്ടിക്കുഴച്ച് ചക്ക പരുവത്തിലാക്കിയിട്ടാണ് മാനവർ നീങ്ങുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ജ്ഞാനമാർഗം എന്ത് എന്ന് മനസ്സിലാക്കാൻ, എന്താണ് ക്ഷേത്രം, എന്തിനാണ് ആ ക്ഷേത്രത്തിൽ പോകുന്നത്, അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ എന്താണ്, എന്തിനാണ് അവിടെ ആചാരവിധികൾ വച്ചിരിക്കുന്നത്, എല്ലാം മനസ്സിലാക്കി ജ്ഞാനമാർഗത്തിൽ കൂടെ സഞ്ചരിച്ച് ഭക്തിമാർഗത്തിലൂടെ കയറിക്കോളൂ. ഭക്തിമാർഗം തന്നെയാണ് വഴി, അല്ലെങ്കിൽ കർമ്മമാർഗവും ഉണ്ട് വഴി. ഈ 2 വഴികൾ കൂടെ കയറിയാലും ജ്ഞാനമാർഗത്തിലേക്ക് എത്തണം. അങ്ങനെ ജ്ഞാനമാർഗത്തിലെത്തി ഇതിൻ്റെ വേർതിരിച്ചറിയലുകൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളും പ്രപഞ്ചവും ഈ സങ്കല്പങ്ങളുമായിട്ടൊക്കെ യോജിക്കുന്നതും ചേരുന്നതും. അതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. അല്ലാതെ അണ്ടിപ്പരിപ്പ് തരുമ്പോൾ കാര്യം സാധിച്ചു തരുന്ന, തരാതിരിക്കുമ്പോൾ കാര്യം സാധിച്ചു തരാത്ത, അങ്ങനെ നൈമിഷികമായി കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു LIC ഏജൻ്റ് അല്ല എന്നെപ്പോലുള്ള. പെട്ടെന്ന് പോളിസി എടുത്ത് പെട്ടെന്ന് ആക്സിഡൻറ്റ് ക്ലെയിം ചെയ്ത് നമുക്ക് പൈസ വാങ്ങി തരുന്ന ഒരു ഏജൻ്റ് അല്ല ദൈവം, അല്ലെങ്കിൽ ഈ സങ്കല്പം, ഈ കാഴ്ചപ്പാടുകൾ എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയണം. ഇത് കഥാരൂപത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ ജ്ഞാനമാർഗത്തിലേക്ക് വരുമ്പോൾ എല്ലാം കാണാൻ പറ്റും, സകലതും മനുഷ്യന് അനുഭവവേദ്യമാകാൻ കഴിയുകയും ചെയ്യും.